ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് സദ്യകളിലെ സ്പെഷ്യൽ ആയിട്ടുള്ള ശർക്കര ഉപ്പേരിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ശർക്കര ഉപ്പേരിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഫുള്ളായി കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും ലഭിക്കുന്നത്. ശർക്കര ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 3 നേന്ത്രക്കായാണ് എടുത്തിട്ടുള്ളത്. അത് തൊലി കളഞ്ഞ ശേഷം 2 സൈഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചതാണ്. ഇത് ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കണം. ഇപ്പം 3 കായയും മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെയ്യുമ്പോൾ അതിൻ്റെ കളറൊന്നും മാറിപ്പോവാതെ നല്ല കറക്റ്റായിട്ട് കറയൊന്നും ഇല്ലാതെ കിട്ടും. ഈ കായ കട്ട് ചെയ്യുമ്പോഴും കട്ട് ചെയ്ത പീസസ് എല്ലാം അപ്പോൾ തന്നെ ഇതേ മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ പച്ച കായ ആയതുകൊണ്ട് കറ ഉണ്ടാവും. അത് പോകാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കായയെല്ലാം കട്ട് ചെയ്ത ശേഷം വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെരിച്ച് ഓവർ കനമില്ലാതെ കുറച്ചൊരു കനത്തിൽ നമ്മൾ അരിഞ്ഞെടുക്കണം. ഇനി നമുക്ക് ഇതിൽ വെള്ളം വാർത്ത ശേഷം നന്നായി ഡ്രൈ ആയ ശേഷം നമുക്ക് ഇതൊന്ന് ഓയിലിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു പാൻ വെച്ച് ഓയിലൊഴിച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ടിട്ട് കട്ട് ചെയ്ത് വെച്ച കായ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്കിപ്പോൾ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ എല്ലാം കൂടെ ഒട്ടിപ്പിടിക്കും. കുറച്ചായതുകൊണ്ടാണ് ഞാൻ ഒരു ട്രിപ്പ് ഇട്ടിട്ടത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇല്ലെങ്കിൽ 2-3 പ്രാവശ്യമായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കളറ് നല്ല രീതിയിൽ മാറി വരുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കായ ഓയിലിലോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് മരിഞ്ഞു വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ കായയെല്ലാം കളറൊന്ന് മാറി വരുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് നന്നായി മൊരിഞ്ഞ് വരണം. നല്ലൊരു ബ്രൗൺ കളർ തന്നെ വരണം. അപ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് ശർക്കര ഉപ്പേരിക്ക് നല്ല ക്രിസ്പിനെസ് ലഭിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ എടുത്ത വശം ക്രിസ്പി ആയിട്ടുണ്ടാവും, കുറച്ച് നേരം കഴിയുമ്പോൾ തണുത്ത് പോകും. അതുകൊണ്ട് ഇത് നല്ല ബ്രൗൺ കളർ വരുമ്പോൾ തന്നെ നമ്മൾ എടുക്കണം. അതുവരെ ഓയിലിട്ട് നല്ല രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അപ്പോഴാണ് ഉള്ളിലും കൂടെ നല്ല ക്രിസ്പി ആയിട്ട് മൊരിഞ്ഞ് വരുന്നത്. ഇപ്പോൾ ഒന്നുകൂടെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് ബ്രൗൺ കളറായിട്ട് തന്നെ വരണം. അപ്പോഴാണ് നല്ല ക്രിസ്പിനെസ്സോട് കൂടി പിന്നീട് നമുക്ക് കഴിക്കുമ്പോൾ കിട്ടുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ മൊരിയിച്ചെടുക്കരുത്. അപ്പോൾ മുകളിലൊക്കെ പെട്ടെന്ന് തന്നെ മൊരിഞ്ഞ് വരും, ഉള്ളിൽ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവില്ല. ഇതിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മുകൾ ഭാഗം മൊരിഞ്ഞ് വരുന്നതിനൊപ്പം തന്നെ ഉള്ളിലും നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ടാകും. ചിപ്സ് എല്ലാം കറക്റ്റായി തന്നെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. ഇതേപോലെ ബ്രൗൺ കളറായി വരുമ്പോഴാണ് നമ്മൾ ഓയിലിൽ നിന്ന് മാറ്റേണ്ടത്. ഇപ്പോൾ ചിപ്സ് എല്ലാം ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് നല്ല സൗണ്ട് വരുന്ന രീതിയിലാവണം. അപ്പോഴാണ് നമ്മളിത് കറക്റ്റ് എടുത്ത് മാറ്റേണ്ടത്. ഇപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഇതൊന്ന് മെൽറ്റാക്കി എടുക്കണം. എന്നിട്ട് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ മിക്സ് ആകുമ്പോൾ നമ്മുടെ ശർക്കര വരട്ടിക്ക് നല്ലൊരു കളറ് കിട്ടാനാണ്. ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കിയിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം. കൈയെടുക്കാതെ തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ശർക്കരയിൽ വെള്ളമെല്ലാം ഒന്ന് വറ്റി വരണം. കുറച്ചൊരു സ്റ്റിക്കിനെസ് വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഇതിലോട്ട് വറുത്ത് വെച്ച കായ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ശർക്കര നീരെല്ലാം വെള്ളം വറ്റി നൂൽ പരുവായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലോട്ട് വറുത്ത് വെച്ചിട്ടുള്ള ബനാന ചിപ്സും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ചിപ്സിലെല്ലാം ശർക്കര നീര് നന്നായി തന്നെ ഒന്ന് മിക്സായി വരണം. ഒട്ടിപ്പിടിക്കണമെങ്കിൽ നമ്മൾ അപ്പം തന്നെ ഇതൊന്ന് വിടുവിച്ച് കൊടുത്താൽ മതിയാവും. ഇതിലേക്ക് നമുക്കിനി അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അരിപ്പൊടി ഇടുമ്പോൾ ഓരോന്നും ഒറ്റയായിട്ട് പിന്നെ വന്നോളും. നമുക്ക് കുറേശ്ശെയായിട്ട് അരിപ്പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. 1/2 ടീസ്പൂൺ ചുക്കുപൊടി കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഏലക്കായ പൊടിച്ചതോ ജീരകം പൊടിച്ചതോ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം.
ഞാനിപ്പോൾ ചുക്കുപൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. നാട്ടിലാണെങ്കിൽ നമുക്ക് ഉരുളിയിലെല്ലാം ഇത് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ചെറിയൊരു ഫാമിലിക്കുള്ളതാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അല്പം കൂടെ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കൂടെ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശർക്കര നീരും അരിപ്പൊടിയും കായും എല്ലാം കൂടെ ഒന്ന് നന്നായി തന്നെ ഒന്ന് മിക്സായി വരണം. ഇപ്പോൾ എല്ലാം കൂടെ ഒറ്റയായിട്ട് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒറ്റയായിട്ട് നമുക്ക് ഓരോ കായും ഇതുപോലെ റെഡിയായി കിട്ടും. ശർക്കര ഉപ്പേരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ശർക്കര ഉപ്പേരി റെഡിയായിട്ട് ഇപ്പോൾ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക്